ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നത്, അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങളെല്ലാവരും കാത്തിരുന്ന നമ്മുടെ ഐലൻഡ് കിച്ചൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഐലൻഡ് കിച്ചൻ്റെ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ കിച്ചണിലേക്ക് വാങ്ങിച്ചിട്ടുള്ള ഓരോ സാധനങ്ങളും പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു കിച്ചൺ ടൂർ പോലെ ചെയ്യാനല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് എന്ത് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാന്ന് വെച്ചാൽ, ഒരു ഐലൻഡ് കിച്ചൺ വേണം എനിക്ക്, ഞാനത് പണിയാൻ പോവാണെന്ന് മനസ്സിൽ ഉറപ്പിച്ച് നടക്കുന്ന ആളുകളുണ്ടാവുമല്ലോ. എൻ്റെ വീട് റിനോവേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഐലൻഡ് കിച്ചൺ ഉണ്ടാക്കും, അല്ലെങ്കിൽ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, എനിക്കൊരു ഐലൻഡ് കിച്ചണാണ് വേണ്ടത്, അപ്പോൾ അതിന് ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നൊക്കെ ആലോചിച്ച് നടക്കുന്ന ആളുകളുണ്ടാവുമല്ലോ. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ആ ഒരു കിച്ചൺ പ്രാക്ടിക്കലായി ഉണ്ടാക്കുന്നതിന് മുമ്പ് എന്തായാലും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് അറിഞ്ഞിരുന്നാൽ മാത്രമേ അവർക്ക് എന്താ പറയുക, ആ കിച്ചണിൽ ചില അബദ്ധങ്ങളൊക്കെ ചെയ്യാതെ കാശ് വെറുതെ നഷ്ടപ്പെടുത്താതെ അവർക്ക് തുടക്കം മുതലേ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വന്നാൽ മാത്രമേ അത് സക്സസ്ഫുൾ ആയിട്ട് യൂസ്ഫുൾ ആയൊരു കിച്ചൺ അവർക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഒരു മോഡേൺ കിച്ചൺ എന്നുള്ള രീതിയിൽ വെറുതെ ഒരു ഡമ്മി കിച്ചണായിട്ട് ഉപയോഗിക്കാത്തൊരു കിച്ചണായിട്ട് അതിങ്ങനെ എന്താ പറയുക, യൂസ്ലെസ് ആയിട്ട് ഇടാനേ പറ്റുള്ളൂ. അപ്പോൾ അത് അവർ ഉപയോഗിക്കണം എന്ന് ആഗ്രഹിച്ച് കാശ് മുടക്കി ഉണ്ടാക്കുമ്പോൾ അവർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാനിവിടെ പറയണത്. അതിനു മുമ്പ് എനിക്ക് നിങ്ങളോട് ഒരു ബിഗ് താങ്ക്സ് പറയാനുണ്ട് കേട്ടോ. എങ്ങനെ ഞാൻ നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങളെല്ലാവരും ഒരുപാട് വീഡിയോസൊക്കെ കാണുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അതേപോലെ എന്താ പറയുക, കൂടുതൽ കൂടുതൽ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് വരുമ്പോഴൊക്കെ അതൊക്കെ കാണുമ്പോൾ എനിക്ക് തന്നെ ഒരു അത്ഭുതമാണ് കേട്ടോ. ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യണമൊക്കെ കാണുമ്പം അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത വീഡിയോ ഉണ്ടല്ലോ, എൻ്റെ വർക്കേരിയൻ്റെ വീഡിയോ, ആ ഒരു വീഡിയോ കുറേ ആളുകൾ കണ്ടു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അതിലെൻ്റെ സ്റ്റോർ റൂം കണ്ടിട്ട് എന്താ പറയുക, സ്റ്റോർ റൂമിൻ്റെ ഡീറ്റെയിൽ വീഡിയോ പെട്ടെന്ന് ചെയ്യുമോ, അത് കണ്ടിട്ട് വേണം എനിക്ക് എൻ്റെ സ്റ്റോർ റൂം സെറ്റ് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കമൻസൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ എൻ്റെ സ്റ്റോർ റൂമിൽ ഉപയോഗിച്ചിട്ടുള്ള, ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുള്ള എൻ്റെ ടിന്നുകളെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്യാം കേട്ടോ, ഒരു വീഡിയോ ആയിട്ട് ഞാൻ സ്റ്റോർ റൂമിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഐലൻഡ് കിച്ചനെ കുറിച്ച് പറയാം. എന്താ പറയുക, ഐലൻഡ് കിച്ചൺ എന്ന് പറയുമ്പം നമുക്ക് എല്ലാവർക്കും, കൂടുതൽ പേർക്കും ഇപ്പോൾ ഇങ്ങനെ ഈ യൂട്യൂബിലൊക്കെ കണ്ടിട്ടായിരിക്കും, അല്ലാതെ ഇപ്പോൾ നമ്മൾ നേരിട്ട് കണ്ട് വലിയ പരിചയം ഉണ്ടാവില്ല ഐലൻഡ് കിച്ചൺസ്. യൂട്യൂബിൽ ഇങ്ങനെ കാണുമ്പം ഓരോരുത്തർ ഇങ്ങനെ കുക്ക് ചെയ്യണമൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാവുമല്ലോ. ഈ ഐലൻഡ് കിച്ചൺ ആകുമ്പോൾ ഒരു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു യൂറോപ്യൻ സ്റ്റൈൽ കിച്ചണാണ്. എനിക്ക് പേഴ്സണലി ഐലൻഡ് കിച്ചൺ ഇഷ്ടമാവാനുള്ള കാരണം എന്താ പറയുക, നമ്മൾ സാധാരണ കിച്ചൺ എന്ന് പറയുമ്പം അതിങ്ങനെ എന്താ പറയുക, നമ്മൾ വീട്ടിലുള്ള ആളുകളിൽ നിന്നും പുറംതിരിഞ്ഞ് നിന്നിട്ട് ഒരു ചുമരിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് കുക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ജനൽമുക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ കുക്ക് ചെയ്യണോണ്ടായിരിക്കും അങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്കൊരു സുഖം കിട്ടലില്ല കേട്ടോ. അപ്പോൾ അത് നമ്മൾ വീടിൻ്റെ ഏതോ ഒരു മൂലയിൽ നമ്മളെപ്പോഴും അടുക്കളയിൽ ഇങ്ങനെ നിൽക്കുക, നമുക്ക് ഫാമിലിയായിട്ട് വലിയ കണക്ഷനൊന്നും ഉണ്ടാവില്ല. ഫുഡ് വേണമെന്ന് പറയുമ്പോൾ മാത്രമായിരിക്കും അവർ നമ്മുടെ അടുത്തേക്ക് വരിക. വിശക്കുമ്പോൾ അമ്മച്ചി അത് വേണം, അമ്മച്ചി ഇത് വേണം, അങ്ങനെ ഹസ്ബൻഡാണെങ്കിലും ഒക്കെ നമ്മുടെ അടുത്തേക്ക് വിശക്കുമ്പോൾ മാത്രം വരുന്ന, നമ്മളെപ്പോഴും ഇങ്ങനെ അടുക്കളയിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ആളുകളായി മാറും. അപ്പോൾ നമുക്ക് അവിടെ എന്താ പണി, നമ്മളവിടെ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കണത് എന്ന് അവരറിയണില്ലല്ലോ. നമ്മൾ എത്രത്തോളം ടയേർഡ് ആവുന്നുണ്ട്, നമ്മൾ കഷ്ടപ്പെടുന്നത് അവർ കാണുന്നില്ല. കാരണം അവർ ടോട്ടലി വേറെ, വീടിൻ്റെ വേറൊരു ഏരിയയിലാണ് അവരുള്ളത്. അവരൊരിക്കലും കാണൂല നമ്മൾ എന്തൊക്കെയാണ് ചെയ്യണത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ആകെ ടയേർഡായി പണിയൊക്കെ എടുത്ത് കഷ്ടപ്പെട്ട് നിൽക്കുമ്പോഴായിരിക്കും ഇതുവരെ ചോറായില്ലേ, അല്ലെങ്കിൽ ഇതുവരെ കൂട്ടാനായില്ലേ, ഇത്രയും നേരം വെച്ച് എന്താ ചെയ്തുകൊണ്ടിരുന്നത്, അങ്ങനെയൊക്കെ കുട്ടികൾ ചോദിക്കൂലേ, അല്ലെങ്കിൽ വീട്ടിലുള്ള ഹസ്ബൻഡ് മറ്റുള്ളവരൊക്കെ ചോദിക്കും. അവരത് ചോദിക്കണത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവർക്ക് അറിയൂല നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇത്രയും നേരം ഇവർക്ക് എന്തായിരുന്നു ഇവിടെ പണിയെന്നൊക്കെ. അതുപോലെ തന്നെ ഞാൻ വളർന്നിട്ടുള്ള എൻ്റെ വീട്ടിലെ കിച്ചൺ ആണെങ്കിലും, എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന വീട്ടിലെ കിച്ചൺ ആണെങ്കിലും, അതുപോലെ തന്നെ നമ്മൾ കൂടുതലും എല്ലായിടത്തും പോകുമ്പോൾ കാണുന്ന, ഇപ്പോൾ ഒരു വലിയ വീടൊക്കെ ആണെങ്കിൽ ആ വീടിൻ്റെ കിച്ചൺ തന്നെ ഭയങ്കര വലുതായിരിക്കും. അത് 2-3 കിച്ചണൊക്കെ ഉണ്ടാവും. പിന്നെ അതിൻ്റെ പുറത്ത് വേറെ ഒരു എക്സ്ട്രാ കിച്ചൺ വേറെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അങ്ങനെ ഈ ഒരു മെയിൻ കിച്ചൺ ഇവർ യൂസ് ചെയ്യുന്ന കിച്ചൺ ഉണ്ടല്ലോ, ആ കിച്ചൺ വലുതാക്കി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ചുറ്റിനും ഇതുപോലെ ക്യാബിനറ്റ്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ നടുവിൽ കുറേ സ്പേസ് ഉണ്ടാവും, ഒരു ബെഡ്റൂം പോലെ ഒരു കട്ടിലൊക്കെ പിടിച്ചിടാനുള്ള അത്രയും സ്പേസ് നടുക്കുണ്ടാവും. എന്തിനാണ് ഈ കിച്ചണിൽ നടുവിൽ ഇത്ര സ്പേസ് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് വെറുതെ ഡെയിലി അടിച്ചു വാരി തുടക്കാൻ വേണ്ടി മാത്രമായിട്ട് കുറേ സ്പേസ്, നമ്മൾ ഈ സ്പേസിൽ കൂടെ ഇങ്ങനെ ഇത്രയും നടക്കേണ്ട ആവശ്യം എന്താ നമുക്ക് ഒരു, അതായത് ശരിക്കും നല്ലൊരു കിച്ചൺ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഇങ്ങനെ പെട്ടെന്ന് കയ്യെത്തും ദൂരത്തുനിന്ന് സാധനങ്ങൾ എടുത്ത് വർക്ക് ചെയ്യാൻ പറ്റണം. അതാണ് നല്ലൊരു കിച്ചൺ, നല്ലൊരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള
ആയിട്ടുള്ള കിച്ചൺ. അങ്ങനെ ആകുമ്പോൾ നമ്മളെ പണികളും വേഗം തീരും. നമുക്ക് ക്ലീൻ ആക്കാനും കുറച്ച് സ്ഥലം ഉണ്ടാവുള്ളൂ, അടിച്ചുവാരി തുടക്കാനൊക്കെ കുറച്ച് സ്ഥലം ഉണ്ടാവുള്ളൂ. നിങ്ങളിപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ചുമരിനോട് ചാരിയുള്ള എൻ്റെ ഈ കൗണ്ടറിൻ്റെ അവിടുന്ന് ഐലൻഡ് കൗണ്ടറിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു 47 ഇഞ്ചാണ് കേട്ടോ. അതായത് 1 മീറ്റർ എന്ന് പറയുന്നത് ഏകദേശം ഒരു 39 ഇഞ്ചിൽ കൂടുതലുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് എന്ന് പറയുന്നത് 47 ഇഞ്ചാണ്, അതായത് 2 മീറ്റർ തികച്ചില്ല, അതിൻ്റെ കുറച്ചും കൂടി കുറവായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഞാൻ എൻ്റെ കിച്ചൻ്റെ ഒരു സൈസ് അനുസരിച്ച് എനിക്ക് എത്ര സ്പേസ് വേണം ഇതിൻ്റെ ഇടയിൽ എന്ന് ഞാനൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസാണ് കേട്ടോ അത്. എന്നോട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 മീറ്ററൊക്കെ മതി എന്നുള്ളത്. പക്ഷേ എനിക്ക് 2 മീറ്റർ വേണ്ട, എന്നാൽ 1 മീറ്ററിനേക്കാളും കുറച്ചും കൂടെ വേണം. അപ്പോൾ ഇപ്പോൾ എൻ്റെ മോനെ ഞാൻ ഇവിടെ നിർത്തിയത് കണ്ടോ, അവൻ അവിടെ നിന്ന് ശരിക്ക് അപ്പോൾ ഒരാൾ നിന്നാൽ തന്നെ ബാക്കിൽ വീണ്ടും ഒരുപാട് സ്പേസ് ഉണ്ട്. അപ്പോൾ ഐലൻഡ് കൗണ്ടറിലുള്ള സ്റ്റൗവിൽ ഒരാൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ഇപ്പുറത്തെ കൗണ്ടറിൽ ബാക്കിൽ വേറെ ആൾക്ക് വർക്ക് ചെയ്യാം, അതിൻ്റെ ഇടയിൽ കൂടെ ഒരാൾക്ക് പാസ് ചെയ്ത് നടന്ന് പോവാം. അങ്ങനെ ചുറ്റിനും ശരിക്കും നടക്കാനുള്ള ഒരു സ്പേസ് ശരിക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഗ്യാപ്പ് എന്താ പറയുക 47 ഇഞ്ച് കൊടുത്തത്. ഇനി നമുക്ക് ഈ ഒരു ഗ്യാപ്പ്, അതായത് ഡൈനിങ് ഏരിയയുടെ ഭാഗത്തുള്ള ചുമരിൽ ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ചെയറെല്ലാം വരുന്നത് ഡൈനിങ് ഏരിയയിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ നടക്കാനുള്ള ഒരു സ്പേസ് മതി. അപ്പോൾ ഇത് ഒരു 28 ഇഞ്ചാണ് ഏകദേശം വരുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഇരിക്കേണ്ട പർപ്പസോ അല്ലെങ്കിൽ അവിടെ നിന്ന് വർക്ക് ചെയ്യേണ്ട ഒരു കാര്യമോ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് അതിൽ കൂടെ സുഖമായിട്ട് നടക്കാൻ പറ്റണം, നല്ല ഒരു ഈസി പാസേജ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവിടെ ആ ഒരു സ്പേസ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വരുന്നത് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ സൈഡാണ് കേട്ടോ. അതായത് ഇപ്പോൾ ഞാൻ സ്റ്റൗവിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞ് നിന്ന് കുക്ക് ചെയ്യുവാണെങ്കിൽ എൻ്റെ വലതുവശത്താണ് ഫ്രിഡ്ജ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സ്പേസ് എത്ര വിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത് കേട്ടോ. ആ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് നമ്മൾ ലെങ്ത്ത് നോക്കുകയാണെങ്കിൽ എന്താ പറയുക, ഏകദേശം ഒരു 47 ഇഞ്ച് തന്നെയാണ് ഇവിടെയും വിട്ടിട്ടുള്ളത്. ഈ ഒരു ഏരിയ നമുക്ക് കുറച്ച് വേണം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ സൈസ് അനുസരിച്ചിരിക്കും നമ്മൾ അവിടെ എത്ര സ്പേസ് വിടണം എന്നുള്ളത്. കാരണം ഫ്രിഡ്ജിൻ്റെ സൈസ് ചെറുതാണെങ്കിൽ അതിൻ്റെ ഡോറ് തുറക്കാൻ കുറച്ച് സ്പേസ് മതി, ചെറിയ ഡോറല്ലേ ഉണ്ടാവുക. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ ഒരു ഫ്രിഡ്ജ് ആ ഒരു വെച്ചിരിക്കുന്ന സ്പേസിൽ നിന്ന് കുറച്ച് ആ ഫ്രിഡ്ജിൻ്റെ ഡോറുള്ള ഭാഗം കുറച്ച് പുറത്തേക്ക് തള്ളി വെച്ചിട്ടില്ലേ നമ്മൾ, അതങ്ങനെയാണ് വെക്കുക കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഡോറ് ശരിക്കും ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും ഭാഗം നമ്മൾ പുറത്തേക്ക് കുറച്ച് തള്ളിയിട്ടാണ് ഫ്രിഡ്ജ് വെക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് തുറക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെറിയ ഫ്രിഡ്ജാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ വീതി കുറവായിരിക്കുമല്ലോ, അപ്പോൾ കുറച്ച് സ്പേസ് മതി അത് തുറക്കാൻ, അവിടെ നിലത്ത് കുറച്ച് സ്പേസ് വിട്ടാൽ മതി അങ്ങനെ. അപ്പോൾ ഈ ഒരു ഫ്രിഡ്ജ് അത്യാവശ്യം വലിയ സൈസാണ് കേട്ടോ. അതായത് ഹൈറ്റും അതേപോലെ തന്നെ വീതിയും ഒക്കെ കുറച്ച് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡോറ് തുറക്കുമ്പോൾ നമുക്ക് ഇത്രയും സ്പേസ് ഒരു 47 ഇഞ്ച് എന്തായാലും വേണം. അതെങ്ങനെ കണക്കാക്കാന്നറിയോ, നമ്മൾ ഈ ഡോറ് തുറന്ന് അവിടെ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു സാധനം എടുക്കുകയാണെങ്കിൽ അപ്പോഴും നമ്മളവിടെ ഡോറ് തുറന്ന് അവിടെ നിന്ന് സാധനം എടുക്കുമ്പോഴും അതിൽ കൂടെ വേറൊരാൾക്ക് പാസ് ചെയ്യാൻ പറ്റണം, വേറൊരാൾക്ക് നടന്നു പോകാൻ പറ്റണം. അല്ലാതെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഡോറ് തുറക്കാനുള്ള ആ ഒരു എക്സാക്റ്റ് സ്പേസ് നമ്മൾ അളന്നെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ആ ഡോറ് തുറന്നൊരു സാധനം എടുക്കുകയാണ്, അപ്പോൾ കുക്ക് ചെയ്യുന്നത് വേറൊരാളാണ്, നമ്മൾ ഫ്രിഡ്ജ് തുറന്നൊരു സാധനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുക്ക് ചെയ്യുന്ന ആൾക്ക് അതിൽ പോവണമെങ്കിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണമല്ലോ, ഫ്രിഡ്ജ് അടക്ക് ഞാനിതിൽ പോവട്ടെ എന്ന് പറയണം. അപ്പോൾ അങ്ങനെ പറയേണ്ടി വരരുത്. ഫ്രിഡ്ജ് അവിടെ തുറന്ന് വെച്ച് നമ്മൾ അതിൽ നിന്നൊരു സാധനം എടുക്കുകയാണെങ്കിലും എൻ്റെ പുറകിൽ കൂടെ വേറൊരാൾക്ക് നടന്ന് പോകാൻ പറ്റിയ രീതിയിൽ ഒരു സ്പേസും കൂടി അളന്നിട്ടാണ് നമ്മൾ ആ ഒരു അളവ് കണക്കാക്കിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇത് കണ്ടില്ലേ, ഫ്രിഡ്ജിൻ്റെ 2 സൈഡിലും നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് വിട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കൗണ്ടറിൻ്റെ അടുത്തുനിന്ന് ചെറിയൊരു ഗ്യാപ്പ് വിട്ടുകൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ 2 സൈഡിലും അങ്ങനെ തന്നെയാണ്, ബാക്കിലും അങ്ങനെ തന്നെയാണ്. അതെന്തിനാന്ന് വെച്ചാൽ എന്താ പറയുക, ഈ ഫ്രിഡ്ജിന് അതിൽ നിന്നൊരു ഹോട്ട് എയർ പുറത്ത് പോകുമല്ലോ, അപ്പോൾ ആ സമയത്തൊക്കെ അതിൻ്റെ ഉള്ളിൽ അതിങ്ങനെ കിടന്ന് വിങ്ങി നിൽക്കാതെ ശരിക്കും അതൊരു ഇൻബിൽട്ടായിട്ട് വെച്ച ഫ്രിഡ്ജല്ല, നമ്മൾ ഇൻബിൽട്ടായി തോന്നിക്കുന്ന രീതിയിൽ അതിൻ്റെ കൂടെ ഒരു ടോൾ ക്യാബിനറ്റും കൂടെ വെച്ചിക്കാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുകയെന്ന് വെച്ചാൽ ഇങ്ങനൊരു ഗ്യാപ്പ് നമ്മൾ ചെറുതായിട്ട് വിട്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ആ ഹോട്ട് എയർ നിന്ന് വിങ്ങി ഫ്രിഡ്ജ് പെട്ടെന്ന് കേടുവരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് പറ്റിയൊരു വെന്റിലേഷൻ നമ്മൾ എന്തായാലും കൊടുക്കണം. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇടുങ്ങിയ രീതിയിൽ ഫ്രിഡ്ജ് വെക്കാതെ കുറച്ച് ഗ്യാപ്പൊക്കെ വിട്ടുകൊടുത്ത് അങ്ങനെ ഫ്രിഡ്ജ് അവിടെ കയറ്റി വെച്ചിട്ടുള്ളത്. പിന്നെ എന്തെങ്കിലും ഒരു മെയിൻ്റനൻസ് വർക്ക് വരികയാണെങ്കിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ നീക്കി പുറത്തേക്ക് എടുക്കാൻ പറ്റിയ രീതിയിൽ ആണ് ചെയ്തിട്ടുള്ളത്.
ഇനി ഒരു ഭാഗം മാത്രമേ നമുക്കിനി അളന്ന് നോക്കാനുള്ളൂ. അത് നമുക്ക് നടന്ന് പോകാനുള്ള ഈ ഒരു പാസേജാണ് കേട്ടോ. അതായത് ഇത് സാധാരണ നമ്മൾ നടക്കുന്ന വഴിയാണ്. എൻ്റെ വർക്ക് ഏരിയയിലേക്കും പിന്നെ പുറത്തുള്ള മുറ്റത്തേക്കും ഒക്കെ ഉള്ള ഒരു നീണ്ട ലോങ് വഴിയാണ്. ഈ വീട്ടിൽ നമ്മളെല്ലാം എന്താ പറയുക, നടക്കാനുള്ള പാസേജ് വേറെ തന്നെ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ലോങ് ആയിട്ട് ഇങ്ങനെ നടക്കാനുള്ള ഒരു പാസേജാണ്. ഈ ഒരു വഴി ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഞങ്ങൾ ഈ സൈഡിലേക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ, ഐലൻഡിൻ്റെ എക്സ്റ്റൻഷൻ ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പം അവിടെ ഇടുന്ന ചെയർ നമ്മൾ നീക്കിയിട്ട് ഒരാൾ ഇരുന്നാലും അതിൽ കൂടെ ആളുകൾക്ക് പാസ് ചെയ്യാൻ പറ്റണം. മറ്റേത് നമ്മൾ ചെയർ നീക്കിയിട്ട് അവിടെ ഇരിക്കുമ്പോൾ അവിടെ വഴി ബ്ലോക്ക് വന്നല്ലോ, അപ്പോൾ പിന്നെ ആ ആൾ എഴുന്നേറ്റാൽ മാത്രമേ അതിൽ കൂടെ നമുക്ക് പാസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സുഖമായിട്ട് ചെയറുമ്പോൾ ഒരാൾ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ സംസാരിക്കുകയാണെങ്കിലും ഒക്കെ മറ്റുള്ളവർക്ക് അതിൽ കൂടെ നടന്ന് പോകാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് സ്പേസ് വിടുക എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾ വിട്ടിട്ടുള്ളത് ഏകദേശം ഒരു 47 കുറച്ചും കൂടെ ആ ഒരു 47 തന്നെയാണ് ഇവിടെയും വിട്ടിട്ടുള്ളത്. അതൊക്കെ ചെറിയ സ്ലൈറ്റ് ഡിഫറൻസ് ഇവരിത് ഫിറ്റ് ചെയ്യുമ്പോൾ ഒക്കെ വരും കേട്ടോ. അപ്പോൾ ആ ഒരു നമുക്ക് നല്ല സുഖമായിട്ട് അതിൽ കൂടെ പാസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എല്ലാ സൈഡും, അതായത് ഐലൻഡിൻ്റെ 4 വശവും ഞാൻ നിങ്ങൾക്ക് ഫ്ലോർ അളന്ന് കാണിച്ചു തന്നില്ലേ. ഇത് ഒരാൾക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും മിനിമം ആണ് കേട്ടോ. നമ്മുടെ ആവശ്യം ഏറ്റവും മിനിമത്തിൽ കൺസിഡർ ചെയ്തിട്ടുള്ള ലീവ് ചെയ്തിട്ടുള്ള ഒരു സ്പേസ് ആണ് അത്. നേരെ മറിച്ച് ഒരാൾക്ക് ഇതിനേക്കാളും കൂടുതൽ സ്പേസ് ഉണ്ട്, വലിയ കിച്ചണാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതിനേക്കാളും സ്പേസ് വേണമെങ്കിൽ വിടാം. അത് അവരുടെ ഇഷ്ടം, അവരുടെ സൗകര്യം, അവരുടെ ബഡ്ജറ്റും ഒക്കെ അനുസരിച്ചിരിക്കും. പക്ഷെ അതിനനുസരിച്ച് എൻ്റെ അഭിപ്രായത്തിൽ എന്താ വെച്ചാൽ ഇത്രയും സ്പേസ് വിട്ടാൽ മതി. അവർക്ക് വലിയ കിച്ചണാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ, കിച്ചണിൽ കൂടുതൽ സ്പേസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാം, ഐലൻഡ് കൗണ്ടർ ഉണ്ടല്ലോ അവിടെ ഫിറ്റ് ചെയ്യുന്നത്, ഞങ്ങൾ ഫിറ്റ് ചെയ്ത ഈ ഐലൻഡ് കൗണ്ടറിനേക്കാളും ഒന്നുകൂടി വലിയ സൈസിൽ ലോങ് ആയിട്ട് ഐലൻഡ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്നും കൂടി സൗകര്യങ്ങൾ കൂടും. പക്ഷേ ഈ നടക്കാനുള്ള സ്പേസ് ഉണ്ടല്ലോ, അത് ഒരുപാട് കൂടുതൽ വിടുന്നത് എനിക്ക് പേഴ്സണലി യോജിപ്പില്ലാത്തൊരു കാര്യമാണ്. കാരണം അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ലല്ലോ അങ്ങനെ. അപ്പോൾ ആ ഒരു സ്പേസ് നമ്മൾ ഈ ഒരു അളവ് തന്നെ വിട്ടിട്ട് ബാക്കിയുള്ള സ്പേസിലൊക്കെ കൗണ്ടർ കൊടുത്ത് സൗകര്യം കൂട്ടുകയായിരിക്കും ഒന്നും കൂടെ നല്ലത്. ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം, ഒരു ഐലൻഡ് കിച്ചൺ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട് ഫസ്റ്റ് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, മൈൻഡിൽ വെക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഞങ്ങൾ ഫ്ലോറിങ് കണ്ടാലേ മനസ്സിലാകുന്നില്ലേ, ഒരു ലൈറ്റ് ഗ്രേ ടോണിൽ വരുന്ന മാറ്റ് ഫിനിഷ് ടൈലാണ് നമ്മൾ ഫ്ലോറിലൊക്കെ ഇട്ടിട്ടുള്ളത് കിച്ചൻ്റെ ഏരിയയിൽ. പക്ഷേ ഇവിടെ ഈ ഒരു ഐലൻഡ് കൗണ്ടറിൻ്റെ ഇടയിൽ വരുന്ന ഭാഗം ഒരു വുഡൻ ഫ്ലോറിങ് കാണുന്നില്ലേ, അത് ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഭയങ്കര ടെക്നിക്കലി ആലോചിച്ച് ചെയ്ത കാര്യമൊന്നുമല്ല. അത് ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാണ് കേട്ടോ. അപ്പോൾ അതുപോലത്തെ ഒരു അബദ്ധം നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ പറയണത്. ഇവിടെ ഫ്ലോറിങ് നടന്ന സമയത്ത് ഞങ്ങൾ ഗൾഫിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്താ പറയുക, ഈ ഒരു ഐലൻഡ് കിച്ചണാണ് എൻ്റെ മനസ്സിലുള്ളത്. ഞാൻ ആർക്കിടെക്ട്സിനോട് ഓൾറെഡി ആ കാര്യം കൺവേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെനിക്ക് ഡിസൈനിലൊക്കെ ആ സംഭവം ചെയ്ത് കാണിച്ചിരുന്നു. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആവുകയൊക്കെ ചെയ്തു. എന്താ പറയുക, പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ നാട്ടിൽ വന്ന സമയത്ത് ഞങ്ങൾ നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഇവിടുത്തെ ടൈൽസിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവർ ഈ അടിയിൽ കൂടെ ഉള്ള എന്താ പറയുക, നമ്മൾ ഈ ഗ്യാസിൻ്റെ കണക്ഷൻ ഉണ്ടല്ലോ, നമ്മൾ സ്റ്റൗ ആണ് ഐലൻഡ് കൗണ്ടറിൽ വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഗ്യാസിൻ്റെ കണക്ഷന് കുറ്റി പുറത്താണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ടിൻ്റെ അടിയിൽ കൂടെ ടൈൽസ് ഇടുന്നതിന് മുന്നേ തന്നെ നമ്മൾ കൊണ്ടുവന്ന് വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്താ പറയുക, ഐലൻഡ് കൗണ്ടർ ഉണ്ടാക്കി അവിടെ സ്റ്റൗ വെക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഗ്യാസ് കണക്ഷൻ കിട്ടുള്ളൂ. അല്ലാതെ എങ്ങനെ കൊണ്ടുവരാനാ? അപ്പോൾ എന്താ പറയുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ സപ്പോസ് സിങ്ക് ആണ് അവിടെ വെക്കാൻ ഉദ്ദേശിക്കുന്നത് വിചാരിച്ചോ, സ്റ്റൗ അല്ല സിങ്ക് ആണ് അവിടെ വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വാട്ടർ കണക്ഷൻ അടിയിൽ കൂടെ കൊണ്ടുവരേണ്ടി വരും, എന്നാലല്ലേ അവിടെ പൈപ്പ് കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അപ്പോൾ ഏതായാലും അവിടേക്ക് ഒരു കണക്ഷൻ ഗ്രൗണ്ടിൻ്റെ അടിയിൽ കൂടെ വരണം. അത് ടൈൽസിൻ്റെ പണി നടക്കുന്നതിൻ്റെ മുന്നേ തന്നെ ചെയ്യുകയും വേണം. പക്ഷെ ഞങ്ങൾ നാട്ടിൽ വന്ന സമയത്ത് ഓൾറെഡി ഇവിടെ ടൈൽസിൻ്റെ പണി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കുറേ കാലം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞങ്ങൾ ഈ വീട്ടിലേക്ക് ഇനി പണി വേഗം പൂർത്തിയാക്കിയിട്ട് താമസിക്കാം എന്നുള്ളൊരു ഡിസിഷനിലേക്കൊക്കെ എത്തിയത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങളിവിടെ വന്ന് വർക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്താണ് എന്താ പറയുക, ഈ ഒരു കണക്ഷനൊന്നും അവർ അടിയിൽ കൂടെ കൊടുത്തിട്ടില്ല. ടൈൽസൊക്കെ ഇട്ട് ഓൾറെഡി സെറ്റാക്കി ചെയ്തിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഇനി ചെയ്യാം എന്ന് വിചാരിച്ച് ഞങ്ങൾ ചെയ്യാൻ വേണ്ടി നിന്നപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇത് കുറേ മുന്നേ ഞങ്ങൾ ഇട്ട ടൈൽസാണല്ലോ. അപ്പോൾ ആ ഒരു സെയിം കളർ ടോൺ ടൈല് നമുക്ക് വാങ്ങാൻ കിട്ടാതെയായി. ആ ഒരു എന്തായാലും സെയിമിൽ കിട്ടൂല എന്ന് വന്നപ്പോൾ ഞങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. ഞങ്ങൾ വേറെ എന്തെങ്കിലും അവിടെ ചെയ്തേ പറ്റുള്ളൂ. അതായത് ടൈൽസ് എന്തായാലും കുത്തി
പൊട്ടിച്ചൊരു കണക്ഷൻ അങ്ങോട്ടേക്ക് കൊണ്ടുവരണം. അപ്പോൾ അങ്ങനെ കുത്തി പൊട്ടിച്ചു കഴിഞ്ഞിട്ട് കണക്ഷനൊക്കെ അങ്ങോട്ട് കൊണ്ടുവന്നു. എന്നിട്ട് അതിൻ്റെ ശേഷമാണ് ഞങ്ങൾ പിന്നെ അതിൻ്റെ മേലെ ടൈൽസ് ഇടാൻ വേണ്ടിയിട്ട് സെയിം കളർ ഏതായാലും കിട്ടില്ലല്ലോ, അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഇരുന്ന് കുറേ ആലോചിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് തോന്നിയൊരു ഐഡിയ ആണ്, നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ വുഡൻ കളറ് ടൈൽസ് വാങ്ങിച്ചിട്ട് അവിടെ ഒരു, ഇപ്പോൾ സപ്പോസ് ഒരു കാർപ്പറ്റ് വിരിച്ചാൽ എങ്ങനെ ഉണ്ടാവും, ആ ഒരു വർക്കിംഗ് സ്പേസ് ആണല്ലോ അത്, അവിടെ നിന്നിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നൊരു ഏരിയ ആണല്ലോ അത്. അപ്പോൾ അവിടെ ഒരു കാർപ്പറ്റ് വിരിച്ചാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലത്തെ രീതിയിൽ നമുക്കൊരു ഡിസൈനിൽ അങ്ങോട്ട് ചെയ്യാം. തൽക്കാലം അങ്ങനെ പോട്ടെ, അല്ലാതെ വേറെ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ തന്നെ സ്വയം ചെയ്തിട്ടുള്ള ഒരു തരികിട പരിപാടിയാണ് അത്. പക്ഷെ അത് നമുക്ക് നഷ്ടം വരുന്ന പണിയാണ്. കാരണം നമ്മൾ ഓൾറെഡി ടൈൽസൊക്കെ ഇട്ടതാണ്, ആ ടൈൽസ് വെറുതെ വേസ്റ്റായി, കുത്തിപ്പൊട്ടിച്ച് കളയേണ്ടി വന്നു. പിന്നെ അതിൻ്റെ ലേബർ ചാർജ്, രണ്ടാമത് അതിൽ കൂടെ കണക്ഷൻ എടുക്കുന്നതിൻ്റെ ചാർജ്, അങ്ങനെ കുറേ സംഗതികളുണ്ട്. പിന്നെ പുതിയ ടൈൽസ് വാങ്ങണം, അത് അവിടെ ഇടണം, അപ്പം അതിൻ്റെ ചാർജ്, അങ്ങനെ കുറേ സംഭവങ്ങൾ വരും. അപ്പം ഞങ്ങൾക്ക് പറ്റിയൊരു അബദ്ധമാണ് ഓൾറെഡി. അത് ഇനി വേറൊരാൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറയാണ് കേട്ടോ. ഗ്യാസ് പിന്നെ ചിലർ വിചാരിക്കുന്നുണ്ടാവും ഐലൻഡ് കൗണ്ടറിൻ്റെ അടിയിൽ തന്നെ ഗ്യാസ് കുറ്റി കൊടുത്താൽ പോരെ എന്നൊക്കെ. അതൊട്ടും സേഫ് അല്ല അങ്ങനെ കൊടുക്കുന്നത്. അത് മാത്രമല്ല, അങ്ങനെ കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ നമുക്ക് കുറേ സ്പേസ് അതിനായിട്ട് തന്നെ പോകും. ആ ഗ്യാസ് കുറ്റി വെക്കാനായിട്ട് തന്നെ അവിടെ കുറേ സ്പേസ് പോകും. അപ്പോൾ അതിനേക്കാളൊക്കെ നല്ലത് ഇപ്പം നല്ല സേഫായിട്ട് നല്ല ഗ്രില്ലിൻ്റെ ബോക്സൊക്കെ വെച്ചിട്ട് ചെയ്തു തരുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർ വന്നിട്ട് നമുക്ക് കണക്ഷൻ ഇതേപോലെ അടിയിൽ കൂടെ എടുത്ത് തരും. നല്ല സേഫായിട്ടുള്ള പൈപ്പ്, കോപ്പർ പൈപ്പൊക്കെ ഇട്ടിട്ട് അവർ ചെയ്തു തരും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ വെച്ചാൽ ഒരു കുറ്റിയിൽ തന്നെ, ഇപ്പോൾ നിങ്ങൾക്ക് വർക്ക് ഏരിയയും ഒരു മെയിൻ കിച്ചൺ ഉണ്ടെങ്കിൽ ഒരു കുറ്റിയിൽ തന്നെ നമുക്ക് 2 ഏരിയയിലേക്കും അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഏരിയയിലേക്ക് കണക്ഷൻ എടുക്കാനും പറ്റും. അതൊക്കെ നമുക്ക് അകത്തുനിന്ന് തന്നെ ഓപ്പറേറ്റ് ചെയ്യാനും പൂട്ടാനും തുറക്കാനും ഒക്കെ പറ്റും. എന്നാൽ കുറ്റി സേഫായിട്ട് പുറത്തിരിക്കുകയും ചെയ്യും. അത് നമുക്ക് ലോക്ക് ചെയ്ത് ഗ്രില്ലിൻ്റെ ഉള്ളിൽ എടുത്ത് വെക്കാനും പറ്റും. അത് നല്ലൊരു ഓപ്ഷനായിട്ടാണ്. ഞങ്ങൾക്കത് ഇതൊന്നും ആദ്യം അറിയില്ലായിരുന്നു കേട്ടോ. വീട് പണിൻ്റെ സമയത്ത് അന്വേഷിച്ച് ഓരോന്നിലേക്ക് ഞങ്ങളിങ്ങനെ എത്തിപ്പെടുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഞങ്ങൾ എന്താ പറയുക, നെറ്റിൽ കണ്ടിട്ട് പോലെ വിളിച്ച് കോണ്ടാക്ട് ചെയ്തവർ വന്ന് ചെയ്തെന്നതാണ് കേട്ടോ. അങ്ങനെ നമുക്കൊരു നഷ്ടം അവിടെ സംഭവിച്ചു. അപ്പോൾ നിങ്ങൾ ഐലൻഡ് കിച്ചൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് കൗണ്ടർ എവിടെ വരും, അവിടെ നിങ്ങൾ സ്റ്റൗ ആണോ അല്ലെങ്കിൽ സിങ്ക് ആണോ വെക്കണതെന്ന് ഡിസൈഡ് ചെയ്യുക. എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കണക്ഷൻ ഓൾറെഡി ടൈൽസ് ഇടുന്നതിൻ്റെ മുന്നേ തന്നെ ഗ്രൗണ്ടിൻ്റെ അടിയിൽ കൂടെ കൊണ്ടുവന്ന് വെക്കുക. ഞങ്ങൾ ബാബു വെറുതെ ഒരു എക്സ്ട്രാ പൈപ്പും കൂടെ അതിൽ കൂടെ ഇട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ബാബുവിനും അറിയില്ല. ഇൻ കേസ് ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം അങ്ങോട്ട് കൊണ്ടുവരണം തോന്നുകയാണെങ്കിൽ, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടൊന്ന് ചിന്തിച്ചതാണ് കേട്ടോ, കൊണ്ടുവരികയാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമല്ലോ, ആ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ടുവരാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു കാലി പൈപ്പും കൂടെ ഗ്രൗണ്ടിൻ്റെ അടിയിൽ കൂടെ ഇട്ട് അവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. മൂപ്പരെല്ലാം കുറച്ച് മുൻകൂട്ടി കാണുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരു കണക്ഷനും കൂടെ വെറുതെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇനി അങ്ങനെ ഒരു ആവശ്യം വരുന്ന സമയത്ത് വീണ്ടും ടൈൽസ് കുത്തി പൊട്ടിച്ചെടുക്കേണ്ട ഒരു അവസ്ഥ വരരുതല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അവസാനം ഞങ്ങളെപ്പോലെ പണി കിട്ടും. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് പറയണത്. അപ്പോൾ ഇനി തൽക്കാലം നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പോൾ തന്നെ കുറേ അത്യാവശ്യം ലെങ്ത് ആയില്ലേ, നിങ്ങൾക്ക് ബോറടിക്കും. എൻ്റെ സംസാരം ഇങ്ങനെ കുറേ നേരം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ബോറടിക്കാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇത് പാർട്ട് 1 ആക്കി എടുത്തോ കേട്ടോ. ഇനി പാർട്ട് 2 ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യും. ഇതിൻ്റെ ബാക്കി കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ കിച്ചൺ ഉണ്ടാക്കുന്ന സമയത്ത്, എസ്പെഷ്യലി ഐലൻഡ് കിച്ചൺ ഉണ്ടാക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളെല്ലാം തുടക്കത്തിൽ നിങ്ങൾ എഴുതി വെച്ച് നോട്ട് ചെയ്ത് വെച്ചോ. എന്നിട്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്തിട്ട് പോകണം കേട്ടോ. ഓക്കെ, എന്നാലും നമുക്ക് അടുത്ത വീഡിയോയിൽ പാർട്ട് 2 ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ കറക്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണേ. കാരണം ഇനി പാർട്ട് 1 പാർട്ട് 2 എന്ന് പറഞ്ഞ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറയണത്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും താങ്ക് യു. അഭിപ്രായങ്ങൾ താഴെ അറിയിക്കണേ.